ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്താലോ? എന്നാൽ ശരി കൂട്ടുകാരെ, നമുക്ക് തുടങ്ങിയാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ? വിച്ച് ഓഫ് ദി ഡ്രോയിങ്സ് എ ടു ഡി ഷോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമായിട്ട് മാച്ച് ചെയ്യുന്നത് ഇതിലെ ഏത് ഡ്രോയിങ് ആണ്, അതാണ് ക്വസ്റ്റ്യൻ. ഇൻട്രഡക്ഷൻ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് കുറച്ച് ഷേപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓരോ പാർട്ടായിട്ട് മാറ്റാം. ആദ്യം ഞാൻ ഈ റെക്റ്റാങ്കിളിനെ 3 പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. 1 2 3. ഇതിൽ ഞാൻ ഈ ഒരു ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 3 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട് നമ്മളിതിനെ. ആ നമ്പറാണ് നമ്മൾ ഡിനോമിനേറ്ററായിട്ട് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അതെഴുതി. ഇനി അതിൽ എത്ര പാർട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ന്യൂമറേറ്ററായിട്ട് എഴുതി കൊടുക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ 1/3 ഇങ്ങനെ എഴുതി നമ്മൾ. അപ്പോൾ 1/3 ഇവിടെ കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് നോക്കാമല്ലോ, എത്ര പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട് നോക്കുക. അതിലെത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. അത് നമ്മൾ ന്യൂമറേറ്ററായിട്ട് എഴുതി കൊടുക്കുക. അതുപോലെ ഇതാ ഞാനിവിടെ 2 സർക്കിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 സർക്കിളിൽ ഞാൻ 4 പാർട്ടാക്കാൻ പോവണേ. ഇതിന് 4 പാർട്ടാക്കി. ഇതിൽ ഞാനത് ഈ ഒരു പാർട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തു, ഈ ഒരു പാർട്ടും ഷെയ്ഡ് ചെയ്തു. അതുപോലെ തന്നെ ഇതിലും ചെയ്യാം. 4 പാർട്ടായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൽ 2 പാർട്സ് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. ആദ്യം എത്ര സർക്കിൾസ് ഉണ്ട് എന്ന് നോക്കണം. 2 സർക്കിൾസ് ഉണ്ടായിരുന്നു അല്ലേ? അതിന് ഞാൻ ഹോൾ നമ്പറായിട്ട് എഴുതി കൊടുത്തു. ഓരോന്നും എത്ര പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 പാർട്ട്. അതാണല്ലോ നമ്മുടെ ഡിനോമിനേറ്ററായിട്ട് എഴുതി കൊടുക്കുന്നത്. ഷെയ്ഡഡ് പാർട്ട് നോക്കൂ, ഇവിടെ 1 2 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? അതും എഴുതി കൊടുക്കാം. ഓരോന്നിലും എത്ര പാർട്ട് എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. 4 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിലെ 2 പാർട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. ഇതിൽ നമുക്ക് മിക്സ് ഫ്രാക്ഷനാണ് കിട്ടിയത്. അതായത് ഒരെണ്ണത്തിനല്ല നമ്മൾ പാർട്ടായിട്ട് കട്ട് ചെയ്തത്, 2 ഹോൾ തിങ്സിനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുകയൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് ഹോൾ നമ്പറായിട്ട് നമ്മളിവിടെ 2 എന്ന് കൊടുത്തിട്ടുള്ളത്. ഓരോന്നും എന്ത് ചെയ്തു എന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നോക്കാം, നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട് ഇവിടെ. ഈ ട്രയാങ്കിളിന് നമുക്കൊന്ന് 3 പീസസ് ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. 3 ഈക്വൽ പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതിന് 3 ഈക്വൽ പാർട്സ് ആക്കാനായിട്ട് ഞാൻ സെൻറ്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര വരച്ചു, ഇങ്ങോട്ടും വരച്ചു, ഇങ്ങോട്ടും വരച്ചു. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ബസ് എന്ന പേരിൽ ഞാൻ കുറച്ച് ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് കാണണേ. നോക്കൂ, ഈ ഒരു ട്രയാങ്കിളിന് നമ്മളിപ്പോൾ എത്ര പാർട്ടാക്കി? 3 പാർട്സ് ആക്കി അല്ലേ? ഞാനിതാ ഇവിടെ ഒരു ഭാഗം ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അടുത്ത ഭാഗവും ഞാനിങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ 3 പാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ ഡിനോമിനേറ്ററായിട്ട് കൊടുക്കാം. പിന്നെ എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തത് അത് നമുക്ക് ന്യൂമറേറ്ററായിട്ട് കൊടുക്കാം. 2 പാർട്ടല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഡ്രോയിങ്സിനെ ഫ്രാക്ഷൻസ് ആക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള ഡ്രോയിങ്സ് നോക്കിയിട്ട് ഇതിൽ ഏത് ഫ്രാക്ഷൻ ആയിരിക്കും എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2 × 1/5 ആണ്. അപ്പോൾ 2 ഹോൾ തിങ് ഉണ്ടായിരിക്കും. 5 പാർട്ടാക്കിയിട്ടുണ്ടാവും, അതിൽ ഒരെണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും. ഏതാണ് 2 ഹോൾ തിങ് ആയിട്ടുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് എയിൽ നോക്കുമ്പോൾ 3 ആണ്. ഇവിടെ 1/5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 5 പാർട്ട് ആക്കിയിട്ടില്ല, 2 പാർട്ടേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നോക്കാം, ഇത് 3 ഹോൾ തിങ് ഉണ്ട്. അപ്പോൾ അത് വേണ്ട. അടുത്തത് നോക്കും, ഇവിടെ 2 ഹോൾ തിങ്സ് ആണുള്ളത്. അതിന് എത്ര പാർട്ടാക്കിയിട്ടുണ്ടെന്ന് നോക്കാം. 1 2 3 4 5 അല്ലേ? നോക്കൂ, 1 2 3 4 5. ഇനി അതിൽ എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? ഒറ്റ പാർട്ടേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ സാറ്റിസ്ഫൈഡ് ആയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണെന്ന് പറയാം അല്ലേ? ഈ ഡി ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ശരിക്കും മനസ്സിലായല്ലോ കൂട്ടുകാരെ? ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. 2 × 1/2. ഇനി അടുത്തത് 2 നമ്പേഴ്സ് ഉള്ളത് ഏതാ? ഇത് 3 ആണ്, ഇത് പറ്റില്ല. ഇത് നോക്കാം, ഇത് 2 നമ്പേഴ്സാണ്. എത്ര പാർട്ടായി കട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? 2 പാർട്ടായിട്ട്. ശരിയാണല്ലോ, ഇവിടെ 2 പാർട്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഷെയ്ഡഡ് പാർട്ട് എത്രയാണ്? 1. ഇവിടെ 1 പാർട്ടല്ലേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ഈ ഡ്രോയിങ്ങിലാണ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെക്കൻഡിൻ്റെ ആൻസർ ബി ആണെന്ന് പറയാം. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. 3 × 2/3.
അപ്പോൾ 3 നമ്പേഴ്സ് ഉള്ളത് ഇതിൻ്റെ എല്ലാം എന്ന് നോക്കാം നമുക്ക്. ഇതും 3 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. 3 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ 2 ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം. ഇതാണല്ലോ 1 2 3 പാർട്ടാണ്. ഇവിടെ ആണെങ്കിൽ 4 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 3 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. 3 × 2/3 എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 3 ഹോൾ തിങ്സ് ഉണ്ട്. 3 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 2 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഇതല്ലേ. ഇങ്ങനെ ഓരോന്നും ശ്രദ്ധിച്ച് നോക്കി ചെയ്യണേ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്തതിൽ എന്താ 3 × 1/4. ഇനിയിപ്പോൾ നമുക്ക് ഇത് മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. അപ്പോൾ ഇതൊന്ന് നോക്കാം, നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോയെന്ന്. 3 ഹോൾ തിങ് ഉണ്ട്, ശരിയാണ്. 1 2 3. അതുപോലെ 4 പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും ശരിയാണ്. 4 പാർട്ടായിട്ടാണ് ഓരോന്നിനെയും കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ പാർട്ടാണ് അതിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്, ശരിയാണല്ലോ. എല്ലാറ്റിലും അതുപോലെയാണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ സി ആണ്. ഇങ്ങനെ എഴുതി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സാമിനായാലും ക്ലാസ് ടെസ്റ്റിനായാലും ഒക്കെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും സംശയം വരുമോ? ഇനി നമ്മൾ ഇൻട്രഡക്ഷൻ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കൂട്ടുകാർക്ക്? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടോ കൂട്ടുകാരെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഉടനെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണേ. ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളുടെ കമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ആരും ഒന്നും ചോദിക്കുന്നില്ലല്ലോ, എല്ലാവരും കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. പിന്നെ കൂട്ടുകാരെ, നിങ്ങളുടെ സപ്പോർട്ട് വേണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമ്മുടെ വീഡിയോയെ കുറിച്ച് എല്ലാവരോടും പറയണേ. ഞാൻ ഇൻട്രഡക്ഷൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി കൂട്ടുകാരെ, ബൈ ബൈ, താങ്ക് യു.